السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكم وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നും സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ജീവിതത്തിലെമ്പാടും വർദ്ധിപ്പിക്കണമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെയൊക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നവരാണ്. പ്രായത്തിൻ്റെ കാര്യത്തിലും നമ്മളൊക്കെ വ്യത്യസ്തരാണ്. ജീവിതാനുഭവങ്ങളും നമുക്ക് വ്യത്യസ്തമായിരിക്കാം. ഒക്കെയാണെങ്കിലും ഇന്നോളമുള്ള ജീവിതത്തിൻ്റെ വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷിക്കുവാനും സുഖിക്കുവാനും കിട്ടിയ അവസരങ്ങളെക്കാളേറെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാവാം നമ്മുടെ ജീവിതത്തിന് കൂട്ടായിട്ടുണ്ടായത്. ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സമയം നാം ചെലവഴിക്കാറുണ്ട്. ഗൾഫിൽ കഠിനമായി ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഈ കഠിനമായ ജോലിയും പ്രയാസമേറിയ ഈ ദിവസങ്ങളുമൊക്കെ കഴിച്ചു കൂട്ടുമ്പോഴും മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു രംഗം എൻ്റെ ജീവിതത്തിൽ വരാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രയാസം സഹിക്കുന്നത്. അപ്പോൾ ഏതാണ് ജീവിതത്തിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ആ രംഗം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടതുമായി അവർക്ക് ആവശ്യമുള്ള പണവുമായി ഞാൻ വീട്ടിലെത്തുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ മരുഭൂമിയിൽ ഇത്രയേറെ പ്രയാസപ്പെടുന്നത്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, അതും കുറഞ്ഞ ഒരു സമയത്തെ സന്തോഷത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ വലിയ ഒരു സമയം നാം പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ചെലവഴിക്കുന്നു.
ഇനിയുള്ള ജീവിതകാലത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന ചോദ്യത്തിനും നമ്മുടെ മനസ്സ് നൽകുന്ന ഉത്തരം സന്തോഷങ്ങളെക്കാളേറെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പേടികളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെയാണ് ജീവിതത്തിൻ്റെ വഴികളിൽ കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് കിട്ടിയത്? ഈ ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു 60 കൊല്ലം, ഒരു 70 കൊല്ലം, 80 കൊല്ലം, 90 കൊല്ലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളോട് അയാളുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് നമ്മൾ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം, ഈ 90 കൊല്ലത്തെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് നൽകാനുണ്ടാകുന്ന മറുപടി സന്തോഷങ്ങളെക്കാൾ സംതൃപ്തികളെക്കാൾ ഒരുപക്ഷെ സുഖങ്ങളെക്കാൾ വേദനകളും പ്രയാസങ്ങളുമാവാം ജീവിതത്തിന് കൂട്ടായിട്ടുണ്ടായത്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ജീവിതം എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ചോദ്യത്തിന് മുസ്ലിം എന്ന നിലക്ക് നമുക്കൊരു മറുപടി ഉണ്ട്. നാം ഇപ്പോൾ ജീവിക്കുന്നത് സത്യത്തിൽ ജീവിതമല്ല, ജീവിതത്തിൻ്റെ യാത്രയിലാണ്. ജീവിതം എന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ യഥാർത്ഥമായ ജീവിതത്തിലേക്ക് എത്താൻ 2-3 ഘട്ടങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിക്കണം. ഗൾഫിലേക്ക് പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ടാക്സി കയറി എയർപോർട്ടിലേക്ക് ഒരാൾ വിളിച്ചു, ഗൾഫിലെത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല, ടാക്സിയിലാണ്. എയർപോർട്ട് കയറി ഫ്ലൈറ്റ് കയറി പോവാണ്. ഫ്ലൈറ്റ് കയറി ഇരുന്നപ്പോൾ ഫോൺ വന്നു, ഗൾഫിലെത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല, പോവാണ്. അവിടെ പോയി ഗൾഫിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറങ്ങി ടാക്സി കയറി വിളിച്ചു, എത്തിയോ? എത്തിയിട്ടില്ല, റൂമിലെത്തിയാൽ വിളിക്കാമെന്ന് പറഞ്ഞു. റൂമിലെത്തിയപ്പോൾ തിരിച്ചു വിളിച്ചു, ഞാൻ എത്തിയിട്ടോ. സത്യത്തിൽ ജീവിതയാത്രക്ക് 2-3-4 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, മാതാവിൻ്റെ ഗർഭാശയത്തിലായിരുന്നു 8-9 മാസം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഭൂമിയുടെ മുകളിലേക്ക് വന്നു. എത്ര കാലം ജീവിക്കുന്നറിയില്ല, എന്തായാലും കുറച്ചു കാലം ഈ ഭൂമിയുടെ മേലെ യാത്ര ചെയ്യണം. അത് കഴിയുമ്പോൾ, ആ സമയം കഴിയുമ്പോൾ ജീവിതയാത്രയുടെ 3-ാം ഘട്ടത്തിലേക്ക് മടങ്ങണം. അത് ഭൂമിയുടെ ഉള്ളിലാണ്, ബർസഖിയായ ജീവിതമാണ്. ആ 3-ാമത്തെ ഘട്ടവും കഴിഞ്ഞാൽ നമ്മൾ കടന്നു ചെല്ലുകയാണ് ജീവിതത്തിലേക്ക്, യഥാർത്ഥമായ ജീവിതത്തിലേക്ക്, ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിലേക്ക്. ഈ ജീവിതയാത്രയിൽ ഒരു ഘട്ടം നമ്മൾ കടന്നുപോയി. മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ അറിയാത്ത ഒരു കാലഘട്ടം കടന്നുപോയി. രണ്ടാമത് നാം എത്തിപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന് നമ്മുടെ ജീവിതവുമായി വല്ലാത്ത ഒരു ബന്ധമുണ്ട്. ഈ രണ്ടാമത് നാം എത്തിപ്പെട്ട കാലഘട്ടത്തിൽ നാം എങ്ങനെ ജീവിച്ചു എന്നതാണ് മൂന്നാമതായിട്ട് എത്താനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെയും നാം എത്താനിരിക്കുന്ന ശാശ്വതമായ ജീവിതത്തിൻ്റെയും ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത്. മാതാവിൻ്റെ വയറ്റിൽ നമ്മൾ എങ്ങനെ തല കുത്തി കടന്നാലും, നേരെ കടന്നാലും, മലർന്നു കടന്നാലും, കമിഴ്ന്നു കടന്നാലും അതിന് നമ്മുടെ ഭാവി ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ല. നാളെ ബർസഖിയായ ജീവിതത്തിൽ കബറിൽ കടന്നാലും, ചുട്ടുകൊന്നാലും, കടലിൽ വീണ് മരിച്ചാലും, പക്ഷികൾ റാഞ്ചിയാലും, വെടിയേറ്റ് മരിച്ചാലും, എങ്ങനെ മരിച്ചാലും ശരി, ആ ബർസഖിയായ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തെ ബാധിക്കുന്നത് ഈ ഭൂമിയുടെ മേലെ നാം കഴിച്ചു കൂട്ടുന്ന വളരെ ചെറിയ ഒരു കാലം, വളരെ ചെറിയ ഒരു കാലം. ആ കാലം എത്ര 8, 80, 90, 100 വർഷം നമ്മൾക്ക് കണക്കാക്കാൻ കഴിഞ്ഞാലും അത് നമ്മുടെ യഥാർത്ഥമായ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ കാലം അല്ലേ? പരലോകത്തിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കും 50 അൽഫ സന. നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 50,000 വർഷങ്ങൾക്ക് തുല്യമാണ് പരലോകത്തിലെ ഒരു ദിവസമെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഭൂമിയിൽ 50,000 കൊല്ലം ജീവിച്ച ഒരാൾക്ക് പരലോകത്തെത്തുമ്പോൾ പറയാം, ഞാൻ ഒരു ദിവസം ജീവിച്ചിരിക്കുന്നു. ഭൂമിയിൽ 50,000 വർഷം ജീവിച്ച ഒരാൾക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ പറയാം, ഞാൻ ഒരു ദിവസം ജീവിച്ചു. 25,000 വർഷം ജീവിച്ച ഒരാൾക്ക് പരലോകത്തെത്തുമ്പോൾ പറയാം, ഞാൻ പകുതി ദിവസം ജീവിച്ചു എന്ന്, അല്ലേ? 500 കൊല്ലം ജീവിച്ച ഒരാൾക്ക് പരലോകത്തെത്തുമ്പോൾ പറയാം, ഞാനിതാ ഒരു മണിക്കൂർ ജീവിച്ചു എന്ന്. 50 കൊല്ലം ജീവിച്ച ഒരാൾക്ക് എന്താ പറയാൻ കഴിയുക? ഞാൻ മിനിറ്റുകൾ മാത്രമാണ് ഞാൻ ഭൂമിയിൽ വെച്ചത്. പരലോകത്ത് വെച്ച് ആളുകൾ പരസ്പരം ചോദിക്കുമത്രേ, നമ്മൾ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു? പലരുടെയും മറുപടി, ചിലർ പറഞ്ഞു ഒരു ദിവസം, ചിലർ പറഞ്ഞു ഇല്ല, ഒരു ദിവസത്തിൻ്റെ ഏതാനും സമയം, വളരെ കുറഞ്ഞ ഒരു കാലം മാത്രമേ നാം പരലോകത്ത് ജീവിച്ചുള്ളൂ, അല്ല നാം ഭൂമിയിൽ ജീവിച്ചുള്ളൂ. ഈ ഭൂമിയിലെ ജീവിതത്തിനെ ഒരു ജീവിതകാലമായി കാണരുത് എന്ന് പഠിപ്പിച്ച മതമാകുന്നു നമ്മുടെ മതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ ഉമർ റളിയല്ലാഹു അടക്കമുള്ള ഏതാനും സ്വഹാബികൾ, പ്രവാചകൻ ഉച്ചയുറക്കത്തിലാണ്. ഉച്ചയുറക്കം കഴിഞ്ഞ് ഉച്ചയുറക്കത്തിൻ്റെ ഇടക്ക് തന്നെ കാണാൻ വന്ന അനുചരന്മാരെ തേടി പ്രവാചകൻ വീട്ടുമുറ്റത്തെത്തി. റസൂലുള്ള കുപ്പായിട്ടിട്ടില്ല.
പ്രവാചകന്റെ ശരീരത്തിൽ ചില അടയാളങ്ങൾ. എന്താ അടയാളം? ഉണങ്ങിയ ഈത്തപ്പനയുടെ ഓല വലിച്ചിട്ട് അതിൻ്റെ മേലെയാണ് റസൂൽ കിടന്നുറങ്ങിയത്. ആ ഈത്തപ്പന ഓലയിലെ ഈർക്കിളികൾ പ്രവാചകന്റെ ശരീരത്തിൽ ചിത്രം വരച്ചിരിക്കുന്നു, ഈർക്കിളിയുടെ പാടുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അനുവദിച്ചാൽ ഏറ്റവും പരുക്കനായ ഒരു കിടക്ക അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് തരാലോ. എന്താ റസൂലെ ഈ കഷ്ടപ്പാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറുൽ ഫാറൂഖിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, ഉമറേ, നീ എന്ത് വിചാരിച്ചു? നമ്മളിവിടെ ഉറങ്ങാൻ വന്നവരാണോ? നമ്മളിവിടെ സുഖിക്കാൻ വന്നവരാണോ? യാത്രക്കാരല്ലേ, പോവല്ലേ? നമുക്ക് എവിടെ കിടക്ക വിരിച്ച് ഉറങ്ങാൻ സമയം? നമ്മളിങ്ങനെ ദൂരമായൊരു 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാ അറിഞ്ഞ ബസ്സില്ല, ബന്ധാണ്, വണ്ടിയൊന്നും ഓടൂല, പോയേ പറ്റുള്ളൂ. നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. നടന്ന് 2-3 കിലോമീറ്റർ നടന്നപ്പോൾ കുഴങ്ങി, വെയിലിൻ്റെ ചൂട്, തളർച്ച, കിതപ്പ്. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് തണലത്തേക്ക് മാറിയിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, സർ, ഞാനൊരു സോഫ കൊണ്ടുവരട്ടെ നിങ്ങൾക്ക് ഇരിക്കാൻ? എന്താണോ സോഫ? ഞാൻ പോവല്ലേ? അല്ല സർ, എന്നാൽ ഒരു കസാര കൊണ്ടുവരട്ടെ? വാനോടെ പോവല്ലേ, ആർക്കാ കസേരയിൽ ഇരിക്കാൻ നേരല്ലേ? സർ, ഒരു പായ വിരിക്കട്ടെ? നമുക്ക് ദേഷ്യം വരൂലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുക? നമ്മളിങ്ങനെ നോക്കും, പറ്റ കുഴങ്ങിക്കണമെങ്കിൽ വല്ല കടലാസിൻ്റെ കഷ്ണം വല്ലതും കിട്ടുമോ നോക്കും. അതില്ലെങ്കിൽ വല്ല ഉണങ്ങിയ ഇല എന്തെങ്കിലും കിട്ടുമോ നോക്കും. അതും ഇല്ലെങ്കിൽ വല്ല കല്ലുണ്ടെങ്കിൽ, പൊടിയൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞൊരു ഊത്തൂതിയിട്ട് ആ കല്ലും ഇരിക്കും. നമുക്കവിടെ സോഫ വേണ്ട, അവിടെ കട്ടിൽ വേണ്ട, ബെഡ് വേണ്ട, തലയിണ വേണ്ട, നമുക്ക് കസേര വേണ്ട, സ്റ്റൂള് വേണ്ട, ഒന്നും വേണ്ട. കാരണം ഇരിക്കാൻ വന്നവരല്ല, പോവല്ലേ? പോവാണ്. അതാണ് ജീവിതത്തിൻ്റെ ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന മനോഹരമായ ഉദാഹരണം. ഈ കുറഞ്ഞ ജീവിതയാത്ര നമ്മുടെ വരാനിരിക്കുന്ന ശാശ്വതമായ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ജീവിതയാത്രയിൽ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ നമുക്കായോ അത്ര കണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിൻ്റെതാകും. ഈ ജീവിതയാത്രയിൽ നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നതിൽ എന്തുമാത്രം നമ്മൾ പരാജയപ്പെട്ടോ അത്രമാത്രം നമ്മുടെ ജീവിതം വേദനയുടെയും ദുരിതത്തിൻ്റെയും ദുരന്തത്തിൻ്റെതുമായി തീരും നാളെ പരലോകത്ത്. അപ്പോൾ ഈ ജീവിതയാത്രയിൽ നാം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സംസ്കരിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഈ ജീവിതം ശുദ്ധീകരിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് മതം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ജീവിതം ശുദ്ധീകരിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നത്, അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് അക്ഷരമറിയാത്ത ഒരു പ്രവാചകനെ അള്ളാഹു പറഞ്ഞയച്ചു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു, അവരെ ഖുർആൻ പഠിപ്പിച്ചു. ആ പ്രവാചകൻ അവരെ സംസ്കരിച്ചു. ആ സംസ്കരണത്തിന് മുമ്പ് ആ ജനത തീർത്തും വഴിപിഴച്ചു പോയ ഒരു സമൂഹമായിരുന്നു. അപ്പൊ മനുഷ്യ ജീവിതത്തിനെ സംസ്കരിക്കണം. എന്തിൽ നിന്നാണ് സംസ്കരിക്കേണ്ടത്? അതാണ് പ്രശ്നം. എന്തിൽ നിന്നാണ് മനുഷ്യനെ സംസ്കരിക്കാൻ? ലോകത്ത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ, മനുഷ്യൻ ഉപയോഗിക്കുന്ന പല രൂപത്തിലുള്ള വില കൂടിയ വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. കുഴിച്ചെടുക്കുമ്പോൾ അവ സ്വന്തമായ രൂപത്തിലല്ല, ശുദ്ധമായ രൂപത്തിലല്ല, പല ജാതി മൂലകങ്ങളുമായും പല ജാതി വസ്തുക്കളുമായും കുഴഞ്ഞ് വല്ലാത്ത ഒരവസ്ഥയിലാണത്. കൃത്യമായ ശുദ്ധീകരണത്തിൽ കൂടി, കൃത്യമായ രാസപ്രവർത്തനങ്ങളിൽ കൂടി ഓരോ മൂലകങ്ങളെയും വേർതിരിച്ച് ആവശ്യമായ രൂപത്തിൽ മനുഷ്യൻ വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലതും ചീത്തയുമായി വേർതിരിക്കപ്പെട്ട മാർഗങ്ങളിൽ കൂടി ഏത് മാർഗത്തിലും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കഴിവും മനുഷ്യനുണ്ട്. ഏത് മാർഗത്തിൽ സഞ്ചരിച്ചാൽ അവന്റെ പരലോകം ധന്യമാകുമെന്നും ഏത് മാർഗത്തിൽ സഞ്ചരിച്ചാൽ അവന്റെ പരലോകം വേദനയുടേതാകുമെന്നും മനുഷ്യന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദമിന് അള്ളാഹു നൽകിയ ഒന്നാമത്തെ ഉപദേശം അതാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വരും, എന്നിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വരും. ആ നിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് വേദനിക്കേണ്ടി വരികയില്ല. ആ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ മതം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ
അള്ളാഹു മനുഷ്യന്റെ പരലോകം പ്രശോഭിതമാകുവാൻ വേണ്ടി മനുഷ്യർക്ക് നൽകിയ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെയാണ് ദീൻ എന്ന് വിളിക്കുന്നത്. ആ ദീൻ ഒന്നേ ഉള്ളൂ. അള്ളാഹുവിൻ്റെതായ ദീൻ ഒന്നേ ഉള്ളൂ. മറ്റുള്ള ദീനുകളൊക്കെ, മറ്റുള്ള മതങ്ങളൊക്കെ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യനിർമ്മിതമായി ലോകത്ത് കടന്നു വന്ന മതങ്ങളാണ്. അള്ളാഹുവിന്റെ മതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അഥവാ സ്വർഗത്തിലെത്താൻ ഒരൊറ്റ മതമേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഈ കുട്ടികളുടെ കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോണ്ടാവും, ചെറിയ ഒരു 2-3 കിളിക്കുട്ടികളുടെ ഫോട്ടോ കൊടുത്തിട്ട് താഴെ ഒരു വലിയ കിളിയുടെ ഫോട്ടോ കൊടുത്തിട്ട് മേലെ ഒരു വരി ഉണ്ടാകും, കുഞ്ഞു കിളിക്ക് തള്ളക്കിളിയുടെ അടുത്തെത്താൻ വഴി കാണിച്ചു കൊടുക്കുക. വഴി ഇങ്ങനെ വരച്ചു വരുമ്പോൾ പല വഴികളും തുടങ്ങിയിടത്തേക്ക് എത്തും, ചില വഴികൾ പുറത്തേക്ക് പോകും, ചില വഴി പാതി അവസാനിക്കും, ഒരു വഴി മാത്രം ലക്ഷ്യത്തിലെത്തും. സ്വർഗത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്, ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് പടച്ച തമ്പുരാനോട് ഞാനും നിങ്ങളും ഏറ്റവും ആത്മാർത്ഥമായി ഓരോ ദിവസവും ചോദിച്ചു കൊണ്ടിരിക്കുന്ന വഴി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു ദിവസം റബ്ബിനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി, ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ചോദിക്കുന്ന ചോദ്യം അതല്ലേ? നമുക്ക് രോഗമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, നമുക്ക് കഷ്ടപ്പാടുണ്ട്, വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒളു ചെയ്ത് ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നാം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നാഥാ, ഞങ്ങളെ നീ നേരായ വഴിയിൽ ജീവിപ്പിക്കണമേ റബ്ബേ, നേരിന്റെ വഴിയിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ റബ്ബേ, സ്വർഗത്തിലെത്തുന്ന വഴിയിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ റബ്ബേ. അപ്പോ സ്വർഗത്തിലെത്തുന്ന വഴിയിൽ നമുക്ക് ജീവിക്കണം. ആ വഴി ഒന്നേ ഉള്ളൂ, അത് ഇസ്ലാം മതമാണ്. ആ മതത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ പറയുക? ആ മതത്തിലേക്ക് ഒരാൾക്ക് കയറണമെങ്കിലേ ആ മതത്തിൻ്റെ നിർമ്മാതാവായ മതത്തിൻ്റെ ഉടമസ്ഥൻ്റെ അനുമതി വേണം. അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആ മതത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അനുമതി വേണം. അഥവാ ആരെങ്കിലും ആ മതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ്. ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചാൽ ഒരാളെ മുസ്ലിമാക്കാൻ കഴിയില്ല. സൗദി അറേബ്യയിലെ രാജാവ് തീരുമാനിച്ചാൽ ഒരാളെ മുസ്ലിമാക്കാൻ കഴിയില്ല. ഈ ലോകം മുഴുവൻ ശ്രമിച്ചാൽ ഒരാളെ മുസ്ലിമാക്കാൻ കഴിയില്ല. ഇസ്ലാം മതത്തിലേക്ക് ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടണോ, ഒരാൾക്ക് കയറണോ, അള്ളാഹുവിന്റെ അനുമതി വേണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ വാചകത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഹുവ ഇജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ അള്ളാന്റെ ദീനിലാണോ ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനാണോ നമ്മുടെ മതം എങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി ഒരു കാര്യം മനസ്സിലാക്കുക, നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ലോകത്തിലെ 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് പരകോടി മനുഷ്യന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു മഹാസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു നമ്മൾ. ആരാ നമ്മളെ തെരഞ്ഞെടുത്തത്? പഞ്ചായത്ത് മെമ്പറോ കോർപ്പറേഷനിലെ മെമ്പറോ ഒന്നുമല്ല, MLA യോ MP യോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. ആ സ്ഥാനത്തേക്ക് നമ്മളെ തെരഞ്ഞെടുത്തത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനാകുന്നു. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചെറിയ കാര്യമല്ല. ആത്മാഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കാരണമാവേണ്ട നമ്മുടെ ഇസ്സത്തിന്റെ അടയാളമാകുന്നു ആ വാചകം. അല്ലേ? മുസ്ലിം സമുദായം പൊതുവെ അപകർഷതാബോധത്തിന്റെ ആളുകളാണ്. എനിക്കറിയാം, ഞാനൊക്കെ മുണ്ടേരി പറഞ്ഞ മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിൽ കാടിൻ്റെ ഉള്ളിൽ പാറപ്പൊത്തുകളിൽ ജീവിക്കുന്ന ചില വർഗ്ഗങ്ങളുണ്ട്, കാട്ടുനായ്ക്കന്മാരെ പോലെയുള്ള ചില വർഗ്ഗങ്ങൾ. ഈ വർഗ്ഗങ്ങളൊക്കെ അവരുടെ പ്രത്യേകത, അവരുടെ ജാതിയുടെ പേരിൽ, അവരുടെ മതത്തിൻ്റെ പേരിൽ അവർ വല്ലാതെ അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മതത്തിൻ്റെ പേരിൽ അവരുടെ ആചാരങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത അഭിമാനമാണ്. മുസ്ലിം സമുദായം ഈ കാര്യത്തിൽ വളരെ പിന്നോക്കാണ്. ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നതും, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ അവർ മുസ്ലിമാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നതും മാനക്കേടായി വിചാരിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. ഇല്ലേ? ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അതിൻ്റെ ക്യാബിനിൽ ഇരിക്കുന്ന മാനേജർ, അദ്ദേഹത്തെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ഉറക്കെ അല്പ ഉച്ചത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അയാൾ നിസ്കരിക്കാൻ വേണ്ടി സാധാരണ പള്ളിയിൽ വരുന്ന ഒരാളാണ്. ആ പരിചയത്തിലാണ് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അയാൾ സലാം മടക്കിയത് ഞാൻ കേട്ടില്ല. പക്ഷേ പിന്നീട് അയാളുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നമ്മുടെ ഉസ്താദിനൊരു സ്ഥലകാല ബോധമല്ല, അങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ അയാൾ സലാം പറയാൻ പാടുണ്ടോ, അയാൾക്കൊരു സ്ഥലകാല ബോധമല്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ആളുകൾക്കിടയിൽ സലാം പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം മക്കൾക്ക് ഇസ്ലാമിന്റെ പേര് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. സ്വന്തം മക്കളെ ഇസ്ലാമിക സ്ഥാപനത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും വളർത്താൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. മുസ്ലിമായി ജനിച്ചതിന്റെ പേരിൽ വളരെ അപകർഷതാബോധം അനുഭവിക്കുന്ന ആളുകൾ. എങ്കിൽ കേൾക്കുക, വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്ക്,
വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് ചങ്കൂറ്റത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ് ഈ ലോകത്തുള്ളത്? അപ്പൊ അതൊരു മഹാഭാഗ്യ. എനിക്ക് മുസ്ലിം ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുസ്ലിം ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടൂല. അത് അള്ളാഹുവിന്റെ അനുമതിയുള്ളവർക്ക് മാത്രം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 50 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സംരക്ഷകനായി ജീവിച്ച, ശത്രുക്കളുടെ മർദ്ദനങ്ങൾക്ക് മുമ്പിൽ പ്രവാചകനെ പ്രതിരോധിക്കുവാൻ വേണ്ടി പ്രതിരോധത്തിന്റെ കോട്ടയായി ജീവിച്ച അബൂ താലിബ്, അള്ളാഹു റസൂലിന്റെ കൂടെ എത്രങ്ങാനും കൊല്ലം ജീവിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്നപ്പോ അബൂ താലിബിന്റെ മക്കൾ അബൂ താലിബിന്റെ കൂടെ കിടന്നുറങ്ങുന്ന, പ്രവാചകൻ വിട്ടുപോയിട്ട് കിടക്കുന്നു. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അബൂ താലിബ് സ്വന്തം മക്കളെ എടുത്ത് താഴെ കിടത്തി ദൂരെ കിടക്കുന്ന അനാഥനായ കുട്ടിയെ തൻ്റെ കൂടെ വന്ന് കിടത്തുന്ന അത്ര സ്നേഹ അബൂ താലിബിന്. അത്ര പ്രവാചകൻ സ്നേഹത്തോടു കൂടി പ്രവാചകനെ സ്നേഹിച്ച അബൂ താലിബ് എങ്ങനെയാ മരിച്ചത്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാ, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ ഞാൻ മരിച്ചുപോയിനാ. ആ പ്രവാചകൻ മരിച്ചയിടത്ത് നിന്ന് അങ്ങേക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു തിരുത്തിയില്ലേ? സത്യവിശ്വാസികളാവട്ടെ, പ്രവാചകന്മാരാവട്ടെ, ആരാവട്ടെ, മുശ്രിക്കായി കാഫിറായി മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അവരുടെ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കാൻ പോലും പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു തആല പഠിപ്പിച്ചില്ലേ? സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോരുന്ന പ്രവാചകനെ അല്ലാഹു തആല ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടോ, നിങ്ങൾ പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ടോ, നിങ്ങൾ പ്രയത്നിക്കാത്തത് കൊണ്ടോ, ഇതുകൊണ്ടൊന്നുമല്ല അബൂ താലിബ് മുസ്ലിം ആകാഞ്ഞത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്ന. എന്താ പറഞ്ഞേ? മുഹമ്മദ് നബിക്ക്. ആരാ മുഹമ്മദ് നബി? അഷ്റഫുൽ ഖൽഖ് എന്നാ. എന്താ അഷ്റഫുൽ ഖൽഖ് എന്ന വാക്കിന്റെ അർത്ഥം? അഷ്റഫ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിന്റെ മേലെ പിന്നെ ഒരു പദവിയില്ല. ഏറ്റവും ശ്രേഷ്ഠനായവൻ, അള്ളാഹുവിന്റെ കോടിക്കണക്കിന് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയോട് അല്ലാഹ് പറയാ, മുഹമ്മദ് നബിയെ, നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ നേർമാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തആല നേർമാർഗത്തിലാക്കും. അപ്പോ ഞാനും നിങ്ങളും നേർമാർഗത്തിലായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നാം ജീവിക്കുന്നത് ആ നേർമാർഗത്തിലാണ് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ അഭിമാനിക്കണം. നമ്മൾ ലോകത്ത് നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ പണമുള്ള, നമ്മളെക്കാൾ മികച്ചു നിൽക്കുന്ന എത്ര ആളുകളാണ് ഈ സത്യം കണ്ടെത്താൻ കഴിയാതെ ജീവിക്കുന്നത്, അല്ലേ? ഞാൻ പത്രത്തിൽ വായിച്ചു, മാതൃഭൂമി പത്രത്തിൽ കുറച്ചു മുമ്പേ ഒരു വാർത്ത. കൊച്ചിയിൽ ജർമ്മനിയിൽ നിന്നെത്തിയ 2 ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവും, ഏതോ കോളേജ് അധ്യാപകരാണത്രേ. അവർ കൊച്ചിയിലെത്തിയത് എന്തിനറിയങ്ങൾ? അവർക്കൊരു ദീർഘമായി ഒരു രോഗം അവരെ വേട്ടയാടുന്നുണ്ട്. ഒരുപാട് ചികിത്സിച്ചിട്ട് മാറിയിട്ടില്ല. മാതാ അമൃതാനന്ദമയിയെ കണ്ട് രോഗം ശിഫയാക്കുവാൻ വേണ്ടിയാണ്, രോഗശമനത്തിന് വേണ്ടിയാണ് അവർ കൊച്ചിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് അമൃതാനന്ദമയി ദേവി ചികിത്സക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയേക്കാണ്. സംഗതിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗം അവിടെയല്ല കിടക്കണേ. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അമൃതാനന്ദമയിക്ക് വേണ്ടി ഇവർ കൊച്ചിയിൽ കാത്തിരിക്കുക. 1 മാസം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് സുഖമായിട്ട് അമൃതാനന്ദമയി ദേവി വരുമ്പോൾ ഞങ്ങളുടെ രോഗം കൂടി ശിഫയാക്കി തരും എന്ന ആഗ്രഹത്തോടു കൂടി അവർ കൊച്ചിയിൽ കാത്തിരിക്കുക. സാധാരണക്കാരല്ല, ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരായ ഭാര്യയും ഭർത്താവുമാണ് ആ കാത്തിരിക്കുന്നത്. നമുക്ക് ചിരി വരുന്നില്ല കേട്ടിട്ട്? ഇവരെ തലയിലൊക്കെ കളിമണ്ണാണോ? അതങ്ങനെയാണ്. ഈ ഹിദായത്ത് എന്നുള്ള വെളിച്ചം അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഴിവ്. ഞാനൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ആ പുതിയ മൊബൈൽ ഫോൺ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വിളിച്ചു നോക്കി. പുതിയ ഫോൺ വാങ്ങിയില്ല സന്തോഷം അറിയിക്കാൻ, പക്ഷെ ഒരു കോളും പോണില്ല. അവസാനം ഞാൻ എൻ്റെ പഴയ ഫോണെന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ കോളും പോകുന്നുണ്ട്. അപ്പോൾ എന്താ അപ്പം എൻ്റെ പുതിയ ഫോണെന്ന് ഒരു കോളും പോകാത്തതെന്ന്, ഫോണൊക്കെ കേട് വന്നോ എന്നൊക്കെ കുറേ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. പുതിയ ഫോൺ വാങ്ങിയിട്ടേ ഉള്ളൂ, സിം ഇട്ടിട്ടില്ല. സിം കാർഡ് ഇട്ടാലല്ലേ കോള് പോകുള്ളൂ. ഈ ഹിദായത്ത് എന്ന് പറഞ്ഞ സാധനേ തലച്ചോറിലേക്ക് കയറേണ്ട ഒരു സിം കാർഡാ.
ആ ഹിദായത്ത് കയറിയിട്ടില്ലെങ്കിൽ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാര്യമല്ല. ഖബറിന്റെ മുമ്പിൽ നിൽക്കുന്നോട് ചങ്ങായേ ഇത് മരിച്ച് മണ്ണായിപ്പോയ മനുഷ്യനല്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഓൻ്റെ തലയിലേക്ക് കയറുന്നല്ല. കാരണം എന്താ പറയുക, ഹിദായത്തിൻ്റെ ഒരു സിമ്മ് ആദ്യം തലയിലേക്ക് കയറാണ്ട് അത് പടച്ചോൻ്റെയൊക്കെ കിട്ടുന്നതാ. അത് കിട്ടിയാലേ ഒരു മനുഷ്യന് ഹിദായത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനാവുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ്. ആ മാർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് എത്തിപ്പെട്ടാൽ, യഥാർത്ഥമായ ഈമാനിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ അവൻ്റെ ജീവിതം സംസ്കൃതമാകും. ഇവിടെ നമുക്ക് തോന്നിയേക്കാവുന്നൊരു സംശയമുണ്ട്. മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കണ കുറേ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ അവരുടെ ജീവിതമൊന്നും ഒരു സംസ്കൃതമായ ജീവിതമല്ലല്ലോ. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തേ വീണ്ടും വീണ്ടും തെറ്റുകൾ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതം എന്തേ വഴിവിട്ട മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നത്, ഞാൻ എന്തേ സംസ്കൃതനാവാത്തത്? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ ആവാത്തത്? ഏറ്റവും നല്ല സമുദായമെന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ച സമുദായം നമ്മുടെ സമുദായം. പക്ഷേ ഇന്ന് നമുക്ക് പോലും ആ അഭിപ്രായമല്ല. നമുക്ക് അഭിപ്രായമുണ്ടോ ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാർ മുസ്ലിങ്ങളാണ് എന്ന അഭിപ്രായം നമുക്കുണ്ടോ? മറ്റുള്ള ജാതിക്കാർക്ക് തീരല്ല. ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ, കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ ഒക്കെ ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരാ. ഖുർആനിൽ പേര് പറഞ്ഞ 25 പ്രവാചകന്മാരുടെ പേരെന്നെ ചിലപ്പോൾ കാണാം ചില കുറ്റകൃത്യങ്ങളുടെ കുറ്റവാളികളുടെ പേരായിട്ട് നമ്മൾ വായിക്കണം. എന്തെങ്ങനെയാവാൻ കാരണം? ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിച്ച ഒരു സമുദായം അധപ്പതനത്തിന്റെ നടുക്കടലിലേക്ക് വീണുപോകാൻ എന്തേ കാരണമായത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു സംഗതി. സൂറത്തുൽ ഹുജറാത്ത് പഠിക്കുമ്പോൾ അതിലൊരു സംഭവമുണ്ട്. കാലത്തിൽ അഅറാബു ആമന്ന എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീനയിലുള്ള പരിസരങ്ങളിലുമുള്ള ഗോത്രങ്ങൾ, ചെറിയ ചെറിയ അറബി ഗോത്രങ്ങൾ, അവർ പ്രവാചകൻ എങ്ങനെ നിരീക്ഷിച്ചു. ചില ആളുകൾ പ്രവാചകന്റെ കൂടെ കൂടി, ചില ആളുകൾ പ്രവാചകന്റെ ശത്രുപക്ഷത്ത് കൂടി, ചില ആളുകൾ പ്രവാചകനുമായി സന്ധി ഉണ്ടാക്കി, ചില ഗോത്രങ്ങൾ പ്രത്യേകമായി തീരുമാനം എടുക്കാതെ എന്തോ വരും പോലെ വരും, നമുക്ക് നിരീക്ഷിക്കാമെന്ന രൂപത്തിൽ പ്രവാചകനെ അവർ വിട്ടുനിന്ന് നോക്കിക്കണ്ടു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു അസദ് ഗോത്രം. പക്ഷെ പതുക്കെ പതുക്കെ മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ ഇസ്ലാമിന്റെ ശക്തി കൂടിക്കൂടി വരികയും കുറഞ്ഞ കാലം കൊണ്ട് മുസ്ലിങ്ങൾക്ക് ശത്രുക്കളില്ലാത്ത, മുസ്ലിങ്ങളെ നേരിടുവാൻ കരുത്തുള്ള ശക്തിയുള്ള ഒരു ശത്രു വിഭാഗം ഇല്ലാത്ത വിധം മുസ്ലിങ്ങൾ അജയ്യരാവുകയും ചെയ്തു. ഓരോ യുദ്ധങ്ങളിലും മുസ്ലിങ്ങൾ വിജയിക്കുകയും അവർക്ക് കണ്ടമാനം സ്വത്തുകൾ ലഭിക്കുകയും ആ സ്വത്തുക്കൾ പ്രവാചകൻ തങ്ങളെ സഹായിച്ച, തങ്ങളുടെ കൂടെ നിന്ന ഇതര ഗോത്രങ്ങൾക്ക് അത് കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടു നിൽക്കുക നമ്മുടെ അസദ് ഗോത്രം. അപ്പോൾ അസദ് ഗോത്രം കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മൾ മുഹമ്മദിൻ്റെ അടുത്ത് ചെല്ലണം, അദ്ദേഹത്തോട് പറയണം, മുഹമ്മദ് ഞങ്ങളും നിങ്ങളുടെ കൂടെയാണ്, നിന്റെ കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും വേണം സ്വത്ത്, യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തിന്റെ ഓഹരികൾ ഇനി മുതൽ ഞങ്ങൾക്കും വേണം, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മുഹമ്മദ് നബിയുടെ അടുത്ത് പോയിട്ട് പറയാം. അങ്ങനെ അസദ് ഗോത്രത്തിന്റെ പ്രതിനിധികൾ പ്രവാചകന്റെ അടുത്ത് വന്നു. അതാണ് സംഭവം. കാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികളായ ആ ആളുകൾ, ആ അസദ് ഗോത്രക്കാർ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഉടനെ അള്ളാഹുവിന്റെ തിരുത്തുണ്ടായി. എന്താ തിരുത്തിയത്? ഖുൽ, നബിയെ താങ്കൾ അവരോട് പറയണം, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, പകരം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പകരം നിങ്ങൾ പറയേണ്ടത് അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അപ്പറഞ്ഞത് തെറ്റ്. പകരം നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. കാരണം ഫലമ്മായദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് മുഅ്മിനുകളായി നിങ്ങൾ പറയേണ്ട, അത് തെറ്റാണ്, പകരം നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോളൂ എന്നാ. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക്. എന്താ അറിയോ? അപ്പോൾ ഈ മുസ്ലിം എന്ന് പറഞ്ഞാലും മുഅ്മിൻ എന്ന് പറഞ്ഞാലും വേറെ വേറെയാണോ?
മുസ്ലിം എന്ന് പറഞ്ഞാലും മുഅ്മിൻ എന്ന് പറഞ്ഞാലും വേറെ വേറെയാണോ? നമ്മൾ സത്യത്തിൽ മുസ്ലിമാണോ മുഅ്മിനാണോ? സംശയം വേണ്ട. രണ്ട് തരത്തിലുള്ള മുസ്ലിങ്ങളുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ പറയുക? കീഴൊതുങ്ങിയവൻ എന്നാണ്. കീഴൊതുങ്ങിയവൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, അസ്ലിം, ഇബ്രാഹിമേ കീഴൊതുങ്ങ്, കീഴൊതുങ്ങ്, മുസ്ലിമാവ്. ഖാല, ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ നാഥ, നിനക്കിതാ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അപ്പം രണ്ട് രൂപത്തിലുള്ള മുസ്ലിങ്ങൾ. ഒന്ന് കീഴൊതുങ്ങിയവൻ, ഈമാനോടുകൂടി കീഴൊതുങ്ങിയവൻ. മറ്റൊന്ന് ഈമാൻ ഇല്ലാതെ കീഴൊതുങ്ങിയവൻ. അസദ് ഗോത്രം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്ത് വന്നത് അവരുടെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടല്ല. അവരുടെ മനസ്സിലേക്ക് വിശ്വാസം കയറിയിട്ടില്ല. അവർ പ്രവാചകന്റെ അടുത്ത് വന്നത് പ്രവാചകന്റെ അടുക്കൽ നിന്ന് കൊടുക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ പ്രവാചകന് കീഴ്പ്പെട്ടവരായി ജീവിക്കണം. അങ്ങനെ വന്നോരാ, വിശ്വസിച്ചിട്ടില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല തിരുത്തി. അപ്പ തന്നെ ഇത് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ കേട്ടോ. ഒരാളോട് എൻ്റെ മനസ്സിൽ ഈമാനില്ല എന്ന് പറയാൻ ലോകത്ത് ഒരു മനുഷ്യരും അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടില്ല, അധികാരം കൊടുത്തിട്ടില്ല എന്നാ. അള്ളാഹിന്റെ വഹിയില്ലാതെ യുദ്ധത്തിൽ നമ്മൾ കേട്ട കഥയാണ്. യുദ്ധത്തിൽ ഒരു ശത്രുക്കളുമായി സഹാബികൾ ശക്തമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശത്രുഭടന്റെ കയ്യിലെ വാള് ഒരു മുസ്ലിം പോരാളി തെറിപ്പിച്ചു കളഞ്ഞു. വാള് നഷ്ടപ്പെട്ട അയാൾ പകച്ചു നിന്നു. മുസ്ലിം സഹാബിയുടെ വെട്ട് ഏത് സമയത്തും അയാളുടെ തലയെടുത്തേക്കും. ആ സമയത്ത് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ സഹാബിക്ക് മനസ്സിലായി ഓന്റെ തട്ടിപ്പ്. ഒരൊറ്റ വെട്ട് ഇതാ കിടക്കുന്നത് തല നിലത്ത്. യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിന്റെ വിശേഷങ്ങൾ പ്രവാചകനുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഈ സംഭവം പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, റസൂലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വാള് തെറിച്ചുപോയി, രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, പക്ഷേ വിട്ടില്ല, അവന്റെ തല വെട്ടി. നന്നായി എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹുവിൻ്റെ റസൂല് പ്രതികരിച്ച് നമ്മൾ കേൾക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുസ്ലിമും കാഫറും മുനാഫിക്കൊക്കെ ആക്കാൻ വേണ്ടി തിരക്കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ പറയുക? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുഖം ചുവന്നു. പ്രവാചകൻ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം നീ ഒരാളെ വെട്ടിയോ? ആ സഹാബി ബറച്ചില്ലേ, നബിയെ അയാൾ എൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് നബിയെ അത് ചെല്ലിയത്, അതുകൊണ്ടാണ് ഞാൻ വെട്ടിയത്. നബി ചോദിച്ചു ചോദ്യം, നീ അവൻ്റെ ഹൃദയം ചൂഴ്ന്നു നോക്കിയോ? അവൻ ആ പറഞ്ഞത് എന്തിനാണ് എന്നറിയാൻ നീ അവൻ്റെ ഹൃദയം ചൂഴ്ന്നു നോക്കിയോ? അതിങ്ങനെ 3-4 വട്ടം നബി ചോദിച്ചു. ഈ സഹാബി പറയാ, ഞാൻ മുസ്ലിം ആയത്, ഇസ്ലാമിലേക്ക് വന്നത് ആ സംഭവത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിന. അപ്പൊ ഇവിടെ അസദ് ഗോത്രത്തിന്റെ മനസ്സിലേക്കിറങ്ങിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ ഒരു വാദഗതി ഉന്നയിക്കുന്നത്. പിന്നെ അവർ സമൂഹത്തിന് കീഴൊതുങ്ങിയവരാണ്. മുസ്ലിം കുടുംബത്തിൽ ജീവിച്ചതുകൊണ്ട്, ഒരു മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗമാകേണ്ടി വന്നതുകൊണ്ട്, മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാകി വന്നതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നത് തൻ്റെ ശിഷ്ടജീവിതത്തിന് പ്രയാസമുണ്ടാക്കുമെന്ന എന്ന വകതിരിവുണ്ടാകുമ്പോൾ ആ സമൂഹത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ചില ആൾക്കാർ, വിശ്വാസം കൊണ്ടല്ല, പടച്ചോനെ പേടിച്ചിട്ടല്ല, രാവിലെ വീടിൻ്റെ കോളിംഗ് ബെല്ലാരോ അമർത്തി ഒച്ച കേട്ട് നമ്മൾ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോണ്ട് ഒരു കറുത്ത ബാഗൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തലയിൽ കെട്ടൊക്കെ ആയിട്ട് ഒരു വയസ്സായ മനുഷ്യൻ മുറ്റത്ത്. എന്താടോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന യത്തീങ്ങാനക്ക് പിരിവിനും വേണ്ടി വന്നതാണ്, അതിൻ്റെ റിസീവറാണ്. നമ്മൾ കുറേ ചീത്തനെ പറഞ്ഞു, യത്തീങ്ങാനെന്നൊക്കെ പറഞ്ഞ് കുറേ തട്ടിപ്പിൻ്റെ ആൾക്കാരുണ്ട്, നിങ്ങളെപ്പോലത്തെ കുറേ മൂല്യന്മാർ തട്ടിപ്പിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും, ഒരു സമാധാനം തരില്ല, പെരും ചീത്ത. അങ്ങനെ കുറേ ചീത്തറിന് അവസാനം 10 റുപ്യ കൊടുത്തു കഴിഞ്ഞ് റെസീറ്റും വാങ്ങി അയാളെ ചീത്ത പറഞ്ഞയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും കോളിംഗ് ബെല്ല്. നമ്മൾ വന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു കാറ്, വില കൂടിയ വലിയൊരു കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് കാര്യപ്പെട്ട 4-5 ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി കയറിയിരിക്കും. എല്ലാവരും ഇരുത്തി, എന്തേ ഇപ്പം നിങ്ങൾ വന്നത്? അല്ല ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ എത്തിങ്ങാൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, വളരെ ദയനീയമാണ്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരണം. ആയിക്കോട്ടെ എഴുതിക്കോളി, 50,000 റുപ്യ എഴുതിക്കോളി, നമ്മളൊക്കെ അല്ലാതെ ആരാപ്പതിനൊക്കെ സഹായിക്കുക അല്ലേ? അതേ എത്തിങ്ങാനൻ്റെ പിരിവിന് വേണ്ടി നേരത്തെ മൊല്ലാക്ക വന്ന പാട്ടി വിട്ട് 10 റുപ്യയും കൊടുത്തുങ്ങാണ്ട് അതേ എത്തിങ്ങാനക്ക് വേണ്ടി വലിയ കാറിൽ നാട്ടിലെ പ്രമാണിമാർ വന്നപ്പോൾ 50,000 നമ്മൾ കൊടുത്തു. എന്തേ കാരണം?
ആ കൊടുത്തത് അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് റബ്ബിന്റെ കൂലി കിട്ടും എന്ന ആഗ്രഹത്തോടു കൂടിയാണോ? അതല്ല നാട്ടിലെ പ്രമാണിമാരും നാട്ടിലെ ഉയർന്ന ആളുകളുമായ ഈ ആളുകൾക്ക് ഞാനൊന്നും കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് മോശമായ രൂപത്തിലായിരിക്കും എന്ന തിരിച്ചറിവാണോ നമ്മളെ കൊടുക്കാൻ പ്രേരിപ്പിച്ചത്? ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളത് കൊടുത്തത് എങ്കിൽ അത് നമ്മുടെ മനസ്സിലുള്ള ഈമാനിന്റെ ഭാഗമാണ്. രണ്ടാമത്തേതനുസരിച്ചാണ് നമ്മൾ കൊടുത്തത് എങ്കിൽ അത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടതല്ല, അത് അസദ് ഗോത്രത്തിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പൊ നമ്മളൊക്കെ വേറെ ഒരാളല്ല, നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കുക, എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണോ? അതല്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനും വേണ്ടിയാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? അല്ല, എൻ്റെ പരലോകത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക. നമ്മൾ നേർമാർഗത്തിലാണ്, അള്ളാഹുവിൻ്റെ ഹിദായത്തിലാണ്. ഈ സംസ്കാരം, ഈ സംസ്കൃതമായ ഈ ജീവിതം നമുക്ക് ലഭ്യമാവണമെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ തൗഫീഖ് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ആ അല്ലാഹു തആല നിശ്ചയിച്ച ജീവിതത്തിന്റെ മാർഗത്തിൽ ജീവിക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. നമ്മുടെ പൊതു ശത്രുവുണ്ട്, പിശാച്ച്. ആ പിശാച്ചാണ് ഈ സംസ്കരണ പ്രവർത്തനത്തിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ശത്രു. അല്ലേ? ഇന്നിപ്പോ സുബൈക്ക് ബാങ്ക് വിളിച്ചപ്പോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോ ഒരു പക്ഷേ പള്ളിയിലേക്ക് പോകാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. എന്തേ അവർ പള്ളിയിലേക്ക് പോകാതിരിക്കാൻ എന്തേ തടസ്സം? അത് ഉസ്താദ് നിങ്ങൾ പറയുന്ന പോലെയല്ല. നമ്മുടെ നാട്ടിലൊക്കെ കടുവകളും സിംഹങ്ങളൊക്കെ ഉള്ള നാടാണ്. ഈ 4 മണിക്ക് പുറത്തിറങ്ങിയാൽ കടുവയൊക്കെ പിടിച്ചു തിന്നും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പട്ടാളത്തിന്റെ പരേഡുണ്ട്, അല്ലെങ്കിൽ പട്ടാളം പിന്നെ ആ സമയത്ത് പുറത്തിറങ്ങാൻ അയക്കൂല, ആ സമയത്ത് പുറത്തിറങ്ങിയാൽ വെടിവെച്ചു കൊല്ലും, അതുകൊണ്ടേ ഞങ്ങൾ പോകാഞ്ഞത് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തേ പോകാഞ്ഞേ? അത് എണീക്കാൻ അറിഞ്ഞൊക്കെ ചെയ്ത് ബാങ്കൊക്കെ കേട്ട് അങ്ങോട്ട് എഴുന്നേൽക്കാൻ അങ്ങോട്ട് തോന്നിയില്ല. എന്തേ തോന്നാഞ്ഞത്? അതാണ് നമ്മുടെ ജീവിതത്തിൽ നന്നാവാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം. നമ്മൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ഉസ്താദെ നന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, കള്ളുകൂടി നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, ബീഡിവലി നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, നിസ്കാരം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, ഈ സിനിമക്ക് പോകലൊക്കെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, ജീവിതത്തിൻ്റെ തെറ്റുകളൊക്കെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് കഴിയണില്ല. എന്തേ കഴിയാത്തത്? അവിടെയാണ് ഞാനും നിങ്ങളും ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കേണ്ടത്. വിശുദ്ധമായ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ആ റമളാനിന്റെ മുന്നോടിയായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. നന്നാവണമെന്ന് മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവുകയും നന്നാക്കണമേ എന്ന് റബ്ബിനോട് കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും നന്നാവാൻ കഴിയാത്ത ചില ദുരവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ത്? അതാണ് നമ്മുടെ ചിന്ത. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരുമായി ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങാണ്. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു, പക്ഷേ കനത്ത നാശനഷ്ടം നേരിട്ടു. ശരീരവും സമ്പത്തും ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു. ക്ഷീണിതരായി, അക്ഷരാർത്ഥത്തിൽ ജീവച്ഛവങ്ങളായി മറങ്ങാണ്. അവസാനം സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ തളർന്ന് ഒരു സ്ഥലത്ത് ഇരുന്നു. നബി അവർക്ക് വിശ്രമിക്കാൻ സമയം അനുവദിച്ചു കൊടുത്തു. ഈ സമയത്ത് അവർ വിശ്രമിച്ചു കൊണ്ടിരിക്കെ അവരുടെ ദയനീയമായ അവസ്ഥ കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും വിളിച്ചുകൂട്ടി വരും. എല്ലാവരും ഇരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നമ്മളൊരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണല്ലേ? അതെ, ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നാം ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ നാം ചെയ്ത യുദ്ധത്തിനേക്കാൾ ശക്തമായ മറ്റൊരു പോരാട്ടത്തിലേക്കാണ്. ഇവരാകപ്പാടെ നെട്ടിപ്പോയി. അല്ലാഹുവിൻ്റെ റസൂലേ, ഇനിയും ഒരു യുദ്ധമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ഇനിയും ഒരു യുദ്ധം. പക്ഷേ ആ യുദ്ധത്തിൽ പട്ടാളക്കാരില്ല, ആ യുദ്ധത്തിൽ ആയുധങ്ങളില്ല. ആ യുദ്ധം നിങ്ങളുടെ മനസ്സിനോടുള്ള യുദ്ധമാകുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട യുദ്ധം. ഒരുപക്ഷേ ബദർ യുദ്ധം പണ്ടുണ്ടായല്ലോ അല്ലേ? ബദർ യുദ്ധം ഉണ്ടായി, അത് കഴിഞ്ഞു. അതിൽ കുറെ രക്തസാക്ഷികൾ ഉണ്ടായി, അവർക്ക് ഉന്നതമായ സ്ഥാനമൊക്കെ ഉണ്ടായി. ഞാനൊക്കെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ആ ബദർ യുദ്ധമൊക്കെ ഉണ്ടായത് നമ്മളെ കാലത്താണെങ്കിൽ നമ്മളുണ്ടാകുമല്ലോ ആ യുദ്ധത്തിൽ.
അതിന് അവസരം നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? ഉഹുദ് യുദ്ധം ഉണ്ടായത്, ഖന്തക്ക് ഉണ്ടായതൊക്കെ നമ്മുടെ കാലത്താണെങ്കിൽ നമ്മളെ വിളിക്കാൻ അള്ളാഹ് റസൂൽ ഉണ്ടെങ്കിൽ നമ്മളും പോകുമല്ലോ അള്ളാഹ് റസൂലിൻ്റെ കൂടെ ആ പോരാട്ടത്തിന് എന്നൊക്കെ അല്ലേ. അപ്പോൾ ആ യുദ്ധങ്ങൾ നഷ്ടമായതിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വേദന തോന്നിയേക്കാം. പക്ഷേ ഈ സമുദായത്തിലെ ഒരാൾക്കും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ഓർത്ത് വേദനിക്കേണ്ടി വരില്ല എന്നാ. ഞാൻ ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിലേറെ നന്നാവാമായിരുന്നു, ഞാൻ ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിലേറെ പുണ്യം കിട്ടുമായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർ സങ്കല്പത്തിന് സങ്കടപ്പെടാറുണ്ട്. സുഹൃത്തെ, അള്ളാഹു നീതിമാനാണ്. ഈ സമൂഹത്തിലെ ഒരാൾക്ക് പോലും താൻ ജനിച്ച കാലഘട്ടത്തെക്കുറിച്ചോ തനിക്ക് ലഭിച്ച ചുറ്റുപാടുകളെ കുറിച്ചോ അവന് ഒട്ടും ഖേദിക്കേണ്ടി വരില്ല. അള്ളാഹു അവനെതിരെ ഒരിക്കലും അനീതിയുടെ ഒരു അവസ്ഥ ഉണ്ടാക്കുകയില്ല. ചിലപ്പോഴൊക്കെ തോന്നും നമ്മൾ ഭാഗ്യവാനാണ്. റസൂലുള്ളാഹി പറയണേ, ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ടാവും. മതത്തിനെ മുറുകെ പിടിക്കുന്നവൻ തീക്കട്ടയിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയണേ, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് 50 ആളുകളുടെ പ്രതിഫലം കിട്ടുന്നു. ഒരാൾ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ 50 ആളുകളുടെ കൂലി കിട്ടുമെന്ന് പറഞ്ഞു. പ്രവാചകന്റെ മുമ്പിലിരിക്കുന്ന സഹാബികൾ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, റസൂലേ, 50 ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏത് 50 ആളുകളുടെ കൂലിയാണ് അവർക്ക് കിട്ടുക? അപ്പൊ പ്രവാചകൻ പറഞ്ഞ മറുപടി നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. എന്താ പറഞ്ഞാലോ, ഖംസൂന മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ കൂലി. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? ലോകത്ത് ഈ സമുദായത്തിലെ ഒന്നാമന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവാചകന്റെ സ്വഹാബത്തിനെ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 50 ആളുകളുടെ കൂലിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ മതത്തിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കുവാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് അത്രയും പ്രതിഫലം കിട്ടുന്നു. അപ്പൊ നമ്മൾ ജനിച്ച കാലഘട്ടത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടണ്ട. ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിലുള്ളവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തിരി പോലും അവരോട് അനീതി കാണിക്കുകയില്ല. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും ഈ ഉമ്മത്തിന് ഏത് കാലത്തും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഏറ്റവും വലിയ പോരാട്ടം മനസ്സിനോടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിലാണ് നമ്മൾ ജയിക്കേണ്ടത്. ആ പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം. മറ്റുള്ളതൊക്കെ നൈമിഷികമായ താൽക്കാലികമായ പോരാട്ടങ്ങളാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാലേ 2 ഭാഗമാണ്. ഒന്ന് നമ്മുടെ ഈ പുറത്തേക്ക് കാണുന്ന ശരീരം, മറ്റൊന്ന് നമ്മുടെ ആത്മാവ്. ഈ ശരീരവും ഈ ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം എന്താ? ഞാൻ ഉദാഹരണം പറയാം. ഞാൻ കോഴിക്കോട് ഒരു ഹോം അപ്ലയൻസിന്റെ കടയിൽ പോയിട്ട് ഒരു മിക്സി വാങ്ങി. വീട്ടിലേക്ക് ഭാര്യ കുറേയായി പറയുന്ന ഒരു മിക്സി വേണം. ഞാനൊരു മിക്സി വാങ്ങി. നോക്കിയപ്പോൾ നല്ല മനോഹരമായ കടലാസിന്റെ നല്ല മനോഹരമായ കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ നല്ല ഒരു പെട്ടിയിലാണ് ആ മിക്സി. ഞാൻ ആ പെട്ടി കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി. ഈ മിക്സി ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ പെട്ടിയിലേക്ക് വെച്ചു. ഈ ഷോറൂമിലൊക്കെ ആ പെട്ടിയുടെ സൗന്ദര്യത്തിലാണ് ആ മിക്സി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത്. ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് പെട്ടി തുറന്നു. മിക്സി എടുത്തുകൊണ്ട് ഭാര്യ അടുക്കളയിൽ കൊണ്ടുവച്ചു. കടലാസിൻ്റെ പെട്ടി ചുരുക്കിയിട്ട് ഒരൊറ്റ ഏറ് പുറത്തേക്ക് പറമ്പിലേക്ക്. അല്ലേ, ഇത്രയും കാലം ആ മിക്സിക്ക് സൗന്ദര്യം നൽകി, ആ മിക്സിക്ക് കേടുപറ്റാതെ പൊടി തട്ടാതെ വര വീഴാതെ ആ മിക്സിയെ സംരക്ഷിച്ചു വന്ന ഈ കാർഡ്ബോർഡ് അതിന് വേണ്ട. മിക്സി അതിൻ്റെ ഡ്യൂട്ടി തുടങ്ങാനായി. ഇനി കാർഡ്ബോർഡ് വേണ്ട. കാർഡ്ബോർഡിൻ്റെ ബോക്സ് വലിച്ചെറിഞ്ഞു. സത്യത്തിൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. ഈ ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ച നമ്മുടെ ആത്മാവിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള കൂടായിരുന്നു ഈ ശരീരം. ആ ആത്മാവിന് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള സമയം അവസാനിച്ചപ്പോൾ ആത്മാവിനെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയി. മിക്സിയുടെ പെട്ടി വലിച്ചെറിഞ്ഞ പോലെ നമ്മുടെ ശരീരം വലിച്ചെറിഞ്ഞു. അതിലേറെ മോശമായിട്ടാണ് വലിച്ചെറിഞ്ഞ്. കുഴി കുത്തി ആ കുഴിയിലേക്കിട്ട് അതിൻ്റെ മേലെ സ്ലാബ് ഇട്ട് അതിൻ്റെ ചെറിയ പഴുതുകൾ പോലും നനഞ്ഞ മണ്ണ് കൊണ്ട് അടച്ച് അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടി പൊടി പാറാതിരിക്കാൻ വെള്ളവും പാർന്നിട്ടാണ് മനുഷ്യന്മാർ മടങ്ങി. ഒരു കാരണവശാലും എഴുന്നേറ്റ് വരാൻ പാടില്ല. ആ രൂപത്തിലാവുന്ന മണ്ണിൽ കുഴിച്ചിട്ടില്ലേ. ആർക്കാ വേണ്ടി? നമ്മളൊക്കെ എത്ര കാര്യപ്പെട്ട ആളാ. നാട്ടിലെ വളരെ കാര്യപ്പെട്ട ഒരാൾ മരിച്ചു. രാവിലെ 8 മണിക്കാണ് മരിച്ചേ. 8 മണിക്ക് മരിച്ചു. ഓടിപ്പാഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച്. വയസ്സ് 19 ആയിട്ടുള്ളൂ. എല്ലാവർക്കും അത്ഭുതം. അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയും തെറ്റയായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. വന്നോരൊക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ചർച്ച. എന്തേ ചർച്ച?
എന്താ ചർച്ച? ഇത് വേണ്ടപ്പെട്ട ആളാണ്, എന്തോ ഒരു നല്ല മനുഷ്യനാണ്, എന്തോ ഒരു കാണാൻ ഭംഗിയുള്ള ആളാണ്, എന്തോ ഒരു ഊർജ്ജസ്വലനായ മനുഷ്യനാണ്, ഇയാൾ മരിക്കാനായിട്ടില്ല, ഏത് ആശുപത്രിയിൽ പോയിട്ടാണെങ്കിലും ശരി ഇയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കണം എന്നാണോ ചർച്ച? അല്ല. ചർച്ച എന്താ? നിങ്ങൾ എപ്പോഴാ മയ്യത്തെടുക്കുകയാണ്? 19 കൊല്ലം നാടിനും വീടിനും വേണ്ടി അധ്വാനിച്ച സുമുഖനായ മനുഷ്യൻ മരിച്ചപ്പോൾ 8 മണിക്ക് മരിച്ചിട്ട് ഒരു കുറച്ചു നേരം കാത്തുക്കാൻ ആൾക്കാർക്ക് ഒഴിവില്ല. ആരോ പറഞ്ഞു 12 മണിക്ക് എടുക്കല്ലേ, ളുഹുറിൻ്റെ മുമ്പ് 8 മണിക്കാണ് മരിച്ചേ, 12 മണി പറഞ്ഞാൽ 4 മണിക്കൂർ. ആകെ അയാൾക്ക് വേണ്ടി ലോകം അനുവദിച്ചു കൊടുത്ത സമയം എത്ര അറിയങ്ങൾ? 4 മണിക്കൂർ. അപ്പോൾ ആരോ പറഞ്ഞു 12 മണിക്ക് വേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിക്കോട്ടെ, എന്നാൽ 2 മണിക്കാക്കുകാരന്. ലേശം കൂടി കാത്തൂടെ, എന്നാൽ ലാസ്റ്റ് 4 മണി അസറിൻ്റെ മുമ്പ് മയ്യത്തെടുക്കണം എന്നാ പറഞ്ഞു അല്ലേ? ആരെങ്കിലും പറഞ്ഞോ? നമ്മുടെ നാടിനും വേണ്ടി കോടിപ്പാഞ്ഞ ആളല്ലേ, അതുകൊണ്ട് ഒരു 4 ദിവസം അയാളെ മയ്യത്ത് നമുക്ക് അയാളെ വീട്ടിൽ കിടത്തിക്കൂടെ? അയാളുണ്ടാക്കിയ വീട്, അയാളുടെ വേർപ്പ്, അയാളുടെ അധ്വാനം, അയാളുടെ പണം, ആ വീട്ടിൽ ഒരു 4 ദിവസമെങ്കിലും അയാളെ മയ്യത്ത് നമുക്ക് കിടത്തിക്കൂടെ എന്ന് ആരെങ്കിലും പറഞ്ഞോ? മക്കൾ പറഞ്ഞോ? ഞങ്ങളെ വാപ്പാനെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളെ വാപ്പാന്റെ മയ്യത്ത് ഞങ്ങൾക്ക് വേണ്ടി കിടത്തി തന്നൂടെ, ഞങ്ങളുടെ ഉമ്മാന്റെ മയ്യത്ത് ഞങ്ങൾക്ക് വേണ്ടി കിടത്തി തന്നൂടെ എന്ന് മക്കൾ പറഞ്ഞോ? ഇല്ല. എന്നാ 12 മണിക്ക് മയ്യത്ത് എടുക്കുക, എന്നാ വേ നോക്കുക, ഫോൺ ചെയ്ത് എല്ലാവരും പറയാ, കുളിപ്പിക്കാൻ നോക്കുക, കട്ടിൽ കൊണ്ടുവരാ. എത്ര എളുപ്പം നിറങ്ങൾ! ഇതാർക്കും വേണ്ട. ഈ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെ മണിക്കൂറുകൾ പോലും ഈ ലോകത്ത് ബാക്കി വെക്കാൻ മനുഷ്യന്മാർ ഇഷ്ടപ്പെടാത്ത ഈ ശരീരത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പണവും അധ്വാനവും സമയവും മുടക്കുന്ന നമ്മൾ നമ്മുടെ ആത്മാവിനെ മറക്കുക. സത്യത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആത്മാവിനെ ആയിരുന്നു, മുറിവേൽക്കാതെ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും, ഇപ്പം ഞാൻ എൻ്റെ ഒരു കത്തിരുത്ത് കാണുന്ന കയ്യുമണ് കുത്തി, അതിനേക്കാൾ വലിയ അക്രമമാണ് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ്. കാരണം അത് മുറിവാക്കുന്നത് എൻ്റെ ആത്മാവിനാണ്. ആ മുറിവിൻ്റെ വേദന നാളെ പരലോകത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരും. തീഷ്ണമായ വേദന. പഴം തിന്നു ആദമും ഹവ്വയും. അത് എൻഡോസൾഫാൻ തളിച്ച പഴയിരുന്നു, വിഷം കലക്കിയ പഴമായിരുന്നു? അല്ല, സ്വർഗത്തിലെ ഒരു സാധാ മരത്തിൻ്റെ പഴം. പക്ഷെ ആ പഴം തിന്നപ്പോ അള്ളാഹു അവർക്ക് തൗബയുടെ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു ആ വാക്കുകൾ? റബ്ബനാ ലലംനാ അൻഫുസനാ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ലലംനാ, ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു, അൻഫുസനാ, ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു, വല്ലം തഗ്ഫിർ ലനാ. അല്ലേ? അങ്ങനെയാണ്. ഞാൻ ഒരു സിനിമ കണ്ടു, 2.5 മണിക്കൂർ, നല്ല ഫുള്ള് മസാലയുള്ള എല്ലാ വൃത്തികേടുള്ള ഒരു സിനിമ. ഞാൻ ഒറ്റക്ക് റൂമിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ കണ്ട് ഭയങ്കര ത്രില്ല് തോന്നി. അങ്ങനെ സിനിമ കണ്ടിങ്ങനെ ഞാനിങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് കണ്ടിറങ്ങിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ പാടെ കൂട്ടം കൂടി ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ചോരയിൽ കുളിഞ്ഞിക്കണം. ഞാൻ ആ കണ്ട സിനിമ ഏലിയ പോയതെന്ന് അറിഞ്ഞില്ല. ഞാൻ കുട്ടിനെയും കൊണ്ട് ആശുപത്രി കൂടി. ആ സിനിമ നമ്മൾ മറന്നു, അതിൻ്റെ ത്രില്ല് നമ്മൾ മറന്നു, ഒക്കെ മറന്നു. പക്ഷേ ആ തെറ്റിന് സാക്ഷിയായതിൻ്റെ പേരിൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ ആത്മാവ് ശിക്ഷിക്കപ്പെടും. നമ്മുടെ ആത്മാവ് ശിക്ഷിക്കപ്പെടും. അല്ലേ? ഞാൻ മോഷ്ടിക്കാൻ പോയി, കട്ടുകാണ്ട് വീട്ടിൽ നിന്ന് മതിലിയാടിയപ്പോൾ വീണത്, ചാടിയത് കുപ്പിച്ചില്ലുമക്ക, കാലുമ നല്ലൊരു മുറിവ്. ഞാൻ അങ്ങനെ ഞൊണ്ടി വീട്ടിലെത്തി. ഭാര്യ ചോദിച്ചു എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു കാൽമെന്തോ കുത്തി, കുപ്പിച്ചില്ല എന്തോന്നെ. ഭാര്യ പറഞ്ഞു എന്നാ വേഗം വണ്ടി വിളിക്കുക, ആശുപത്രി പോവുക. ഞാൻ പറഞ്ഞു വേണ്ട, ആശുപത്രി പോകണ്ട. അവർ പറഞ്ഞു വേണം, കുട്ടികളൊക്കെ പാടെ ഉണർന്നു, എന്തായാലും പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു പോണ്ട. അവസാനം അയൽവാസികൾ വന്നു, എൻ്റെ ഇഷ്ടം നോക്കാതെ അവരെന്നെ പിടിച്ചു വലിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടറുടെ മുമ്പിൽ എൻ്റെ കാല് ബലമായി പിടിച്ചു കൊടുത്ത് ഡോക്ടർ പച്ചയിൽ അത് തുന്നി. ഓരോ തുന്നലും ഞാൻ പടഞ്ഞു. പക്ഷെ ഒരാഴ്ച കൊണ്ട് എൻ്റെ മുറിവ് മാറി. ആ മുറിവ് മാറി. പക്ഷേ ആ മോഷണം നടത്തുക വഴി ഞാൻ എൻ്റെ ആത്മാവിനോട് ചെയ്ത അക്രമമുണ്ടല്ലോ, ആ അക്രമത്തിൻ്റെ വേദന എൻ്റെ ആത്മാവ് നാളെ നരകത്തിൽ കടന്ന് അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ നോക്കാൻ നമ്മളുണ്ട്, വീട്ടുകാരുണ്ട്. ഇല്ല, വീട്ടിൽ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ലഡ്ഡൊക്കെ തിന്നാൽ എന്തോ ഒരു പുതിയരങ്ങൾ. പക്ഷെ പെണ്ണുങ്ങൾ കൊടുക്കൂല. ഇല്ല, എത്ര ആഗ്രഹിച്ചാലും പഞ്ചസാര പാത്രമൊക്കെ നല്ല മേശയിലിട്ടാണ് പൂട്ടള ചില ആൾക്കാർ. എന്തേരങ്ങൾ പഞ്ചസാരൻ്റെ വില കൊണ്ടല്ല, എടുത്ത് തിന്നുന്നില്ല, പേടിയുണ്ട്. അത്ര നമ്മളെ ശരീരത്തെ നോക്കാൻ വീട്ടുകാരും നാട്ടുകാരും ആശുപത്രിക്കാരും എല്ലാ സംവിധാനം ഉണ്ടേ. പക്ഷേ സുഹൃത്തെ, നമ്മുടെ ആത്മാവിനെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല.
നമ്മുടെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന മുറിവുകളുടെ വേദനകളിൽ നിന്ന് നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ ആത്മാവിനെ ചികിത്സിക്കുവാൻ ഈ ലോകത്ത് ഡോക്ടർമാരില്ല, ആശുപത്രികളില്ല, സംവിധാനങ്ങളില്ല, മരുന്നുകളില്ല. ഞാൻ മാത്രം പടച്ചോനെ ഞാനത് ചെയ്തു റബ്ബേ ഈ പൊറുത്തു തരണേ എന്ന് പറഞ്ഞ് എൻ്റെ ചികിത്സയല്ലാതെ എൻ്റെ ആത്മാവിനെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. ഒരു മനുഷ്യനും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ, ഇവിടെ വാ. ഫാത്തിമ ബീവി വന്നു. ഫാത്തിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, മോളെ ഫാത്തിമ, ഈ ലോകത്ത് നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഈ ബാപ്പയോട് ചോദിക്കാം, മറക്കണ്ട, മടിക്കണ്ട, ബാപ്പ തരും. പക്ഷേ മോളെ, നാളെ പരലോകത്ത് നിനക്കു വേണ്ടി, നിന്റെ വിചാരണയിൽ നിനക്കു വേണ്ടി ഒരു വാക്കുപോലും പറയാൻ ഈ ബാപ്പക്ക് കഴിയില്ല കേട്ടോ. നിന്റെ പരലോകം നീ തന്നെ നോക്കണം കേട്ടോ. ഇതൊരു വല്ലാത്ത തിരിച്ചറിവാണ് സുഹൃത്തെ. നമ്മുടെ ഈ ആത്മാവ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു പോവുകയും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഭീകരമായ നരകശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഈ ആത്മാവ്, ആ ആത്മാവിനേൽക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഓരോന്നും ആ ആത്മാവിനേൽക്കുന്ന മുറിവുകളാണ്. ആ മുറിവുകളിൽ നിന്ന് ആ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കുടുംബങ്ങൾക്കാവില്ല, ഡോക്ടർമാർക്കാവില്ല, ഭരണാധികാരികൾക്കാവില്ല, നേതാക്കന്മാർക്കാവില്ല, ആർക്കുമാവില്ല. നാം മാത്രമേ ഉള്ളൂ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ. മരിച്ചിട്ട് വെള്ളത്തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെറുങ്ങലിച്ച് കിടക്കുമ്പോൾ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മക്കളുടെ ഒരു കുമ്പസാരം. എൻ്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാപ്പാക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം, ഓലൊക്കെ പുറത്തു കൊടുക്കും. അത് ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് പറയേണ്ടിനി. അന്ന് വാപ്പ പോയാൽ ഞാൻ ഓനോട് മാപ്പ് വയ്ക്കാം, ഞാൻ ആരാ, എൻ്റെ പട്ടി ചോദിക്കുന്നൊക്കെയാണ് പറഞ്ഞത്, വലിയ ആളെ പോലെ. ഇപ്പം ഇങ്ങനെ വടിയായി കിടന്നപ്പോൾ മക്കൾ സങ്കടം കൊണ്ട് പറഞ്ഞാൽ അത് പടച്ചോൻ്റെ അടുത്ത് വില പോകൂല അല്ലേ? അപ്പോൾ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്, നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൂടാ. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആത്മാവിനെ സംസ്കരിക്കലാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ആത്മാവിനെ സംസ്കരിച്ചവനാരോ അവൻ ജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ആത്മാവിനെ സംസ്കരിക്കുന്നതിൽ ആര് പരാജയപ്പെട്ടോ അവൻ തകർന്നു പോയിരിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടവനായിരിക്കുന്നു എന്ന ഖുർആൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജയിച്ചോ തോറ്റോ അത് നമ്മുടെ വീടിൻ്റെ വലിപ്പം നോക്കി അളക്കാൻ പറ്റൂല, നമ്മുടെ കാറിൻ്റെ വില നോക്കി അളക്കാൻ പറ്റൂല, നമ്മുടെ കുടുംബത്തിൻ്റെ ഭംഗി നോക്കി നിർണ്ണയിക്കാൻ പറ്റൂല. നമ്മൾ ജയിച്ചോ തോറ്റോ അത് നമ്മുടെ ആത്മാവിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ ജയിച്ചോ തോറ്റോ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഒറ്റക്കുള്ള സമയങ്ങളിൽ പോലും തെറ്റുകൾ പറ്റാത്ത വിധം, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വിധം ജീവിക്കുവാൻ നമുക്കായോ? അവിടെയാണ് നമ്മുടെ ജീവിതം ജയിച്ചോ തോറ്റോ അല്ലേ? അള്ളാഹ് റസൂൽ പറഞ്ഞില്ലേ, മൂന്ന് കണ്ണുകൾ, ആ കണ്ണുകൾ നരകത്തിലെത്തൂല എന്നാ പറഞ്ഞേ. 3 കണ്ണ് പറഞ്ഞാൽ 3-ാം കണ്ണുണ്ടാവുക എന്നല്ല, 3 തരത്തിലുള്ള കണ്ണ്. ഏതാണ് ആ തര? ഏതാ നിങ്ങൾ? ഒന്ന് അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകൾ, ദീനിന് വേണ്ടി കാവൽ നിന്നിട്ടോ നിസ്കരിച്ചിട്ടോ ഖുർആൻ ഓതിയിട്ടോ ഒക്കെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണ്, ആ കണ്ണ് സ്വർഗത്തിലെത്തുന്ന. രണ്ടാമത്തെ കണ്ണ് ഏതാ അറിയോ? ഹറാമായ ഒരു വസ്തുവിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ അത് ഹറാമാണല്ലോ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ തിരിച്ചെടുക്കപ്പെടുന്ന കണ്ണ്. ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഒരു പെണ്ണെന്ന് പറഞ്ഞു ഇവിടെ ഒരു 1.5 പെണ്ണുണ്ട്. ഓളെ തുണിയും കുപ്പായൊക്കെ കണ്ടാൽ എന്തായാലും നോക്കും. ഒന്ന് നോക്കി, പിന്നെയും ഒന്നും കൂടി നോക്കി, പിന്നെയും ഒന്നും കൂടി നോക്കി. അവിടെ നമ്മൾ തോൽക്കുകയാണ്. ഒന്ന് നോക്കി, അപ്പം നമുക്ക് തോന്നി അങ്ങോട്ട് നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ കണ്ണിനെ തിരിച്ചെടുത്തു. ആ കണ്ണുകൾ, അത് ചില്ലറ പണിയല്ലേ, ഭയങ്കര പണി തന്നെയാണ്. ആ കണ്ണുകളുടെ ഉടമസ്ഥൻ നരകത്തിലെത്തൂല എന്നാ. മൂന്നാമത്തെ കണ്ണ് ഏതാ നിങ്ങൾ? മൂന്നാമത്തെ കണ്ണ് അള്ളാഹുവിനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ കണ്ണ്. കൂട്ടത്തിൽ കരഞ്ഞല്ല, വയല് പറയുമ്പോൾ മോലിയറെ കണ്ണൊക്കെ ഒന്ന് ഒച്ചക്കൊന്ന് ഇടറിയാൽ എല്ലാവരും കരയും. ആ കരച്ചിലല്ല, ഒറ്റക്കിരുന്ന് അള്ളാൻ്റെ പടച്ചോനെ എന്തപ്പൻ്റെ അവസ്ഥ. ഇന്നെങ്ങാനും പടച്ചോനെ ജിന്നെ തിരിച്ച് വിളിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ എന്താ പടച്ചോനെ എൻ്റെ അവസ്ഥ എന്നോർത്ത് കണ്ണ് നിറക്കാൻ ഏതൊരു മനുഷ്യനാണോ കഴിയുന്നത് ആ കണ്ണിൻ്റെ ഉടമസ്ഥൻ നരകത്തിലെത്തൂല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള കരഞ്ഞത്രേ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, ആ പെരും കരച്ചിൽ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്നാ എന്തിനാ നബി ഇങ്ങനെ കരയണേ? അപ്പം നബിയുടെ മറുപടി, വല്ലാഹി മാതിരി പടച്ചോനാണ്, എനിക്കറിയില്ല. നാളെ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ഒക്കെ നമ്മുടെ റബ്ബ് എന്താണ് ചെയ്യാൻ പോണതെന്ന് എനിക്കറിയില്ല. അത് ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞു എന്നാ. നമ്മൾ കരയണം.
മനുഷ്യൻ്റെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ കണ്ണുനീരിനോളം കരുത്തുള്ള മറ്റൊരു ഔഷധമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പാപമോചനത്തിൻ്റെ തൗബയുടെ ശബ്ദങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ ശുദ്ധീകരിക്കണം. അതല്ലാതെ പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിൽ യാതൊരു മാർഗവുമില്ല. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, സംഘടനകൾ, നേതാക്കൾ, നമ്മുടെ ബാങ്ക് ബാലൻസുകൾ, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ വീട്, ഇതൊന്നും നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുകയില്ല. ഇത്തിരി പോലും. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നാളെ പരലോകത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സംഭവം ഉണ്ടാവുന്ന, ഇത് പറഞ്ഞത് മുഹമ്മദ് നബിയാ, അതുകൊണ്ട് അവിശ്വസിക്കണ്ട. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇബ്രാഹിം നബിൻ്റെ വാപ്പാനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന വയസ്സായ മനുഷ്യൻ പേടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് ഭയാനകമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബാപ്പ. ഇബ്രാഹിം നബി ബാപ്പാനോട് ചോദിക്കും, ബാപ്പ, ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അള്ളാനെ ആരാധിക്കാവൂ, അതൊക്കെ നിങ്ങൾ കേട്ടോ? ബാപ്പ പറഞ്ഞു, മോനെ, ഇന്നലെ വരെ നീ പറഞ്ഞ ഒന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇന്നെനിക്കെല്ലാം ബോധ്യമായി. പരലോകം, നരകം, വിചാരണ, സ്വർഗം, പുനർജന്മം ഒക്കെ സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് മോനെ, ഇന്ന് നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് കേൾക്കും. ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ, ഇന്നത്തെ ദിവസം എന്നെ അപമാനിക്കുകയില്ല എന്ന് നാഥ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? എൻ്റെ സ്വന്തം പിതാവിനെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ എന്ത് അപമാനമാണ് റബ്ബേ എനിക്കുള്ളത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്നാ എന്താ അറിയോ? വലാ തുഹ്സിനാ യൗമൽ ഖിയാമ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പടച്ചോനെ, പരലോകത്ത് ജിന്ന മാനം കെടുത്തരുത് റബ്ബേ. ഇന്നൊക്കെ നമ്മൾ ജീവിക്കുന്നത് മറയുടെ പിന്നിലാണ്. ഭാര്യമാരുടെ മുമ്പിൽ നല്ല ഭർത്താവാണ്, മക്കളുടെ മുമ്പിൽ നല്ല ബാപ്പയാണ്, നാട്ടുകാരുടെ മുമ്പിൽ നല്ല ആളാണ്, എല്ലാം നല്ല ആളാണ്. നമ്മളൊക്കെ ചെയ്ത പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഇങ്ങോട്ട് തുറന്നിട്ടേ അള്ളാഹു താല വൃത്തിയോടൊക്കെ വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്തിടുമ്പോൾ നമ്മളെ മക്കളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച്, പടച്ചോനെ, ഇയാളെ ഇപ്പം ഞാൻ ബാപ്പാന്ന് വിളിച്ചിന്, തെറ്റൊക്കെ മനുഷ്യൻ കാട്ടിയില്ലേ, അതൊരു മാനക്കേടല്ലേ? അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ, പടച്ചോനെ ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ മാനം കെടുത്തരുതേ റബ്ബേ. ഇബ്രാഹിം നബിയും പ്രാർത്ഥിച്ചിനി. അള്ളാഹു ഇബ്രാഹിം നബിക്ക് വാക്കും കൊടുത്തിനി, മാനം കെടുത്തൂല. ആ വാക്ക് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറയാ, പടച്ചോനെ, എന്നെ മാനം കെടുത്തൂല എന്ന് റബ്ബേ നീ എന്നോട് പറഞ്ഞാലേ, എൻ്റെ വാപ്പാനെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ എന്ത് മാനക്കേട റബ്ബേ എനിക്ക് വേറുള്ളേ. എന്തേ പടച്ചോൻ പറഞ്ഞ്? ഇബ്രാഹിം, എൻ്റെ വാപ്പയാണോ, സാരല്ല, ഈ വാപ്പാനെയും കൂട്ടി സ്വർഗത്തേക്ക് പോയിക്കോ, എന്നിട്ടൊരു ചായയൊക്കെ വാങ്ങിക്കൊടുക്ക് എന്നാണോ പടച്ചോൻ പറഞ്ഞ്? അല്ല. പടച്ചോൻ്റെ മറുപടി ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹു പറഞ്ഞത്, ഇബ്രാഹിം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന്? അതാരെ ബാപ്പയായി, ഇമ്മയായി, മക്കളായി, ഭാര്യയായി, ആരായി? ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണ് എന്ന് ഇബ്രാഹിം നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ വെറുതെ ഒരു വാക്ക്? എന്നിട്ട് അള്ളാഹ് പറയാ, ഇബ്രാഹിം, നീ നിന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്ക്. ഇബ്രാഹിം നബി കാൽച്ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മണ്ണിൽ പുതഞ്ഞുപോയ ഒരു മാൻപേടയെ പോലെ, ചളിയിൽ കുടുങ്ങിപ്പോയ ഒരു പുള്ളിമാൻകുട്ടിനെ ആലോചിക്കണേ, അതിൻ്റെ മുഖം എന്തുമാത്രം ഭയാനകമായിരിക്കും, എന്തുമാത്രം ദയനീയമായിരിക്കൂലേ. ആ പുള്ളിമാൻകുട്ടിയെ പോലെ ഇബ്രാഹിം നബിയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ കടന്ന് വിറക്കുന്ന ഇബ്രാഹിം നബി നോക്കി നിൽക്കേ, അങ്ങനെ തന്നെയാണ് വാക്ക്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മനുഷ്യനെ ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിലേക്ക് തൂക്കി അങ്ങോട്ട് എറിയുന്ന. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇബ്രാഹിം നബിക്ക് സ്വന്തം ബാപ്പാനെ ഒരു ദിവസമെങ്കിലും നരകത്തുനിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഇന്നോളമുള്ള ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുണ്ടാവേണ്ടത്, പരലോകത്തിന് വേണ്ടി എന്ത് സംഭവിച്ചോ, എന്ത് സമ്പാദിച്ചോ അതാവണം. മറ്റേതൊന്നുമില്ല. മറ്റേതൊക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോവുക. വീട് ഇവിടെ കിടക്കും, കാർ ഇവിടെ കിടക്കില്ല. എത്ര വില കൂടിയ കാറുണ്ടെങ്കിലും നമ്മളെ മയ്യത്തും കൊണ്ട് ആൾക്കാർ നടക്കുക ചെയ്യുക അല്ലേ? എത്ര വില കൂടിയ ഡ്രസ്സ് നമ്മളെ വീട്ടിലുണ്ടെങ്കിലും തുണിക്കടയിൽ ചെന്ന് കണ്ട് മക്കൾ ചോദിക്കുക, ആ വില കുറഞ്ഞ കോറത്തുണി ഉണ്ടോ? എന്തിനെ? ബാപ്പ മരിച്ചിക്കണ്, കെട്ടിപ്പൊതിയാനാണ്. വില കുറഞ്ഞ മീറ്ററിന് 10 ഉറുപ്പിയുള്ള കോറത്തുണി ഉണ്ടോ എന്നാ ചോദിക്കുക. ഇതൊന്നും ഉപകാരപ്പെടില്ല. ആകെ ഉപകാരപ്പെടുക പരലോകത്തിന് വേണ്ടി നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രം. അതുകൊണ്ട് ഇതാ, ജീവിതത്തിനെ സംസ്കരിക്കണമെന്നും സംസ്കരിക്കപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദാസനായിട്ട് മാറണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവന് സംസ്കാരത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം അവൻ്റെ മുമ്പിലെത്തുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യങ്ങൾ, ഇന്ത്യ രാജ്യം അഴിമതിയിൽ മുങ്ങിക്കിടക്കുക. കൈക്കൂലി, അക്രമം, സ്വജനപക്ഷപാതം ഒക്കെ ഉണ്ട്.
അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുക രാജ്യത്തെ നന്നാക്കാൻ. നന്നാവോ? ഞാൻ കൈക്കൂലി കൊടുക്കാനുള്ള തീരുമാനിച്ച രാജ്യം നന്നാവോ? ഇല്ല. നമ്മൾ പറയും ഞാൻ മാത്രം നോക്കിയിട്ട് എന്താ കാര്യം, നാട് നന്നാവൂലല്ലോ, അതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിലായി എന്നാ പറയാം. എന്നാ ഇത് കേൾക്കണം നിങ്ങൾക്ക്. ഏത്? മനസ്സിൻ്റെ സംസ്കരണം. ഒരാളും ഇല്ലെങ്കിലും ഞാൻ മാത്രം ശ്രമിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം. അതാണ്. ഒരു വീട്ടിൽ 10 അംഗങ്ങളുണ്ട്. ആ 10 അംഗങ്ങളിൽ ഒരാൾ തീരുമാനിക്കാൻ നന്നാവണം എന്ന്. എന്നാൽ ഓന് നന്നാവാ, ബാക്കി 9 ആൾ എങ്ങനെയായി എന്നുള്ളത് അവൻ്റെ നന്നാവലിനെ ബാധിക്കേല്ല. അതല്ലേ റസൂലുള്ള പറഞ്ഞേ, ഖുർആനും അതാ പറഞ്ഞേ. എന്താ പറഞ്ഞ നിങ്ങൾ? എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്നു എങ്കിൽ ആ തെറ്റ് തെറ്റല്ലാതാവൂലെന്നാ. ഒരു ശരി ചെയ്യാൻ ആരുമില്ല, എന്നാൽ ആ ശരി ശരിയല്ലാതാവൂലെന്നാ. ശരി ശരി തന്നെ, തെറ്റ് തെറ്റന്നെ, ആര് ചെയ്താലും. അപ്പോൾ നമുക്ക് നന്നാവണോ? നമുക്ക് നന്നാവാം. അതിന് വേറെ ഒരാളെ അനുവാദം വേണ്ട. നമുക്ക് സ്വർഗം കിട്ടണോ? അതിന് നമ്മൾ പ്രവർത്തിക്കുക. ആർക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. നമുക്ക് സ്വർഗത്തിലെത്താൻ നമ്മൾ മാത്രം പ്രവർത്തിച്ചാൽ മതിയാവും. നമ്മുടെ സംഘടനാ സെക്രട്ടറിൻ്റെ കത്ത് വേണ്ട, നമ്മുടെ ജില്ലാ സെക്രട്ടറിൻ്റെ കത്ത് വേണ്ട, നമ്മുടെ MP-ൻ്റെ MLA-ൻ്റെ വില്ലേജ് ഓഫീസറെ ഒരാളെ കത്തും വേണ്ട. നമുക്ക് സ്വർഗത്ത് പോകാൻ നമ്മൾ മാത്രം നന്നായാൽ മതി. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി കാത്തുക്കണ്ട. നന്മയുടെ ഒരവസരവും നമ്മൾ കളയണ്ട. ഒക്കെ ചെറുതുപോലും. നബി സഹാബികളും കൂടി യാത്ര കഴിഞ്ഞ് ഒരു ഭക്ഷണത്തിന് വേണ്ടി വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഓരോ പണിക്ക് പോയി. ഭക്ഷണം കൊണ്ടുവരാൻ വിറകിനൊക്കെ പോയി. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ നബിനെ കാണാനല്ല. കുറേ കഴിഞ്ഞപ്പോൾ വലിയ ഒരു വിറകിൻ്റെ കെട്ട് ചുമലിൽ വെച്ചുകൊണ്ട് റസൂലുള്ള അങ്ങനെ ആടി ആടി വരിക. സഹാബിയൊക്കെ സങ്കടമായി. ഓടിച്ചെന്ന്, നബിയെ ആ വിറക് കെട്ടും കെട്ട് തരി, ഞങ്ങൾ ചെയ്യൂലേ? അങ്ങ് എന്തിനു ചെയ്യണം? അങ്ങ് കൂടെ വിശ്രമിച്ചാൽ പോരെ, ഞങ്ങൾ ചെയ്യൂലേ? സഹാബികൾ സ്നേഹത്തോടു കൂടി ശാസിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി ഉണ്ട് സുഹൃത്തെ, മറക്കരുത്. എന്താ പറഞ്ഞാൽ നിങ്ങൾ? ഈ വിറക് കെട്ട് കൊണ്ടുവരുന്നതിന് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം എന്താണോ അത് ആവശ്യമില്ലാത്തവനല്ല ഞാൻ. ഞാനല്ല പള്ളിക്കല മോലിയർ ചുമ്മറപ്പടി അങ്ങനെ ചമ്മറം ചാടി ഇങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളവരൊക്കെ അവല് കക്കൽ. അപ്പം നമ്മളെന്താ വിചാരിക്കാരോ? മോലിയർക്ക് അതൊക്കെ മതി, മോലിയർ സ്വർഗത്ത് കുത്തിരിക്കല്ലേ, നമുക്ക് ചെയ്യാന്നാ വിചാരിക്കുക. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ നിങ്ങൾ? ഈ വിറക് കെട്ട് കൊണ്ടുവരുന്നതിന് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം എന്താണോ അത് ആവശ്യമില്ലാത്തവനല്ല, എനിക്കും വേണം, അതുകൊണ്ട് പോയി പറയും പോലെ ആട്ടി വിട്ടു. റസൂലുള്ള വിറകിൻ്റെ കെട്ടും കൊണ്ടുപോയി എന്നാ. അപ്പോൾ നന്മയുടെ ഒരവസരവും നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പുറത്ത് മമ്മതും പോക്കരും വരാറിഞ്ഞു, രണ്ടാളും വന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒഴിവില്ലാറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകല്ല. നമ്മൾ ഒട്ടിക്കുക. 3 ആൾ ഒട്ടിക്കുമ്പോൾ ഒരാൾക്ക് 3 ഒട്ടിച്ച കൂലിയെ കിട്ടുള്ളൂ. ഒരാളെന്നെ ഒട്ടിക്കുമ്പോൾ 10 കൂലി മൂപ്പർക്ക് കിട്ടും. കളയണ്ട. ലോഡിങ്ങാർ ലോഡ് ഇറക്കണമായിരിക്കാം, വന്നോലെ ഇറക്കുക, കിട്ടിയത് ഒരേക്കുക. അതുകൊണ്ട് വേറൊരാൾക്ക് വേണ്ടി കാത്തിക്കണ്ട, വേറെ ഒരാൾക്ക് വേണ്ടി കാത്തിക്കണ്ട. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്യുക, നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി മാത്രം. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഖൂ അൻഫുസക്കും, നിങ്ങളെ ശരീരത്തെ കാത്തോളിട്ടോ, നിങ്ങളെ ശരീരത്തെ കാത്തോളി. അത് കാക്കാൻ വേറൊരാൾ വരൂല, വേറെ ഒരാൾ ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു തആല സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ സംസ്കരണത്തിൻ്റെ മാസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ മാസത്തിനെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ നന്മകളെ മുഴുവനും സ്വന്തമാക്കാനുള്ള കരുത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.